നമസ്കാരം. രാവിലെ നേരത്തെ കാണുന്ന സ്വപ്നം ഫലിക്കും എന്ന് പണ്ട് മുത്തശ്ശി പറഞ്ഞു തന്ന ഒരു ഓർമ്മയുണ്ട്. അതായത് സ്വപ്നങ്ങൾ എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്നുള്ള സന്ദേശങ്ങളോ അല്ലെങ്കിൽ ഒരു വാണിംഗ് ആണ് എന്നുള്ളതാണ് ഞാനൊക്കെ വളർന്നു വരുമ്പോൾ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. പക്ഷേ ഇന്ന് നമ്മൾ സ്വപ്നങ്ങളെ വളരെ പുച്ഛിച്ച് തള്ളുന്ന ഒന്നാണ്. ഇറ്റ്സ് മീനിങ്ലെസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ സ്വപ്നങ്ങൾക്ക് വല്ല അർത്ഥമുണ്ടോ, അത് ടാരോ കാർഡ് ഉപയോഗിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമോ എന്നതിനെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ അവസാനം വരെ കണ്ടാൽ നിങ്ങൾ സ്വപ്നം കാണുന്ന വ്യക്തിയാണെങ്കിൽ സ്വപ്നങ്ങൾക്ക് അർത്ഥമുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ അതെന്താണ് എന്ന് മനസ്സിലാക്കാനുള്ള എൻ്റെ ചെറിയൊരു അറിവാണ് ഞാൻ പങ്കുവയ്ക്കുന്നത്. എന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ ഇവിടെ കാണുന്നതെങ്കിൽ എൻ്റെ പേര് പ്രദീപ്. ഐ എം ആൻ ഇംഗ്ലീഷ് പ്രൊഫസർ ടേൺഡ് ടാരോ അബണ്ടൻസ് കോച്ച്. അതായത് ഐ ടീച്ച് ടാരോ കാർഡ് ആസ് എ പാഷൻ, അതർവൈസ് ഐ ടീച്ച് ഇംഗ്ലീഷ്. അപ്പോൾ ടാരോ പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഏറ്റവും ചുരുങ്ങിയ കാശിന് നിങ്ങൾക്ക് താഴെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് എൻ്റെ 5 ദിവസത്തെ ബേസിക് ടാരോ കാർഡ് റീഡിംഗ് പഠിക്കാവുന്നതാണ്. ഐ ടീച്ച് ഇറ്റ് ബിക്കോസ് ഓഫ് പാഷൻ. നൗ ലെറ്റ്സ് ഗോ ഇൻ ടു ദ ക്ലാസ്. 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യത്തിലാണ് സ്വപ്നങ്ങളെക്കുറിച്ചിട്ട് ശാസ്ത്രീയമായ പഠനങ്ങൾ വരുന്നത്. അതും മനഃശാസ്ത്രത്തിൻ്റെ പിതാവ് എന്ന് പറയുന്ന സിഗ്മണ്ട് ഫ്രോയിഡ്. അദ്ദേഹം എഴുതിയിട്ടുള്ള ഒരു 800 പേജുള്ള ഈ ബുക്ക് തന്നെ ദ ഇൻ്റർപ്രിറ്റേഷൻ ഓഫ് ഡ്രീംസ് എന്നുള്ളതാണ്. അതായത് സ്വപ്നങ്ങൾ എന്ന് പറയുന്നത് ഒരു അൺകോൺഷ്യസ് മൈൻഡിൻ്റെ ഒരു പ്രവർത്തനമാണെന്നും ആയതിനാൽ അവയ്ക്കും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അർത്ഥമുണ്ട് എന്ന് മനസ്സിലാക്കിയ മനഃശാസ്ത്രത്തിൻ്റെ പിതാവ് എന്ന് പറയുന്ന സിഗ്മണ്ട് ഫ്രോയിഡ് തന്നെ തൻ്റെ പേഷ്യൻസിനോട് സ്വപ്നങ്ങൾ പറയുമായിരുന്നു. അദ്ദേഹം അവരെ റിലാക്സ് ചെയ്തിരുത്തി അവർ മനസ്സിൽ വരുന്ന സ്വപ്നങ്ങൾ അവർ കണ്ടത് പറയുകയും അതിനെല്ലാം അർത്ഥം കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയും ചെയ്തിരുന്ന വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൻ എന്ന് പറയുന്ന കാൾ സി യൂങ്ങും സ്വപ്നങ്ങൾക്ക് അർത്ഥമുണ്ട് എന്ന് ശാസ്ത്രീയമായി പറഞ്ഞ വ്യക്തിയാണ്. പക്ഷേ പിന്നീട് വന്ന സൈക്കോളജിയിൽ എന്തുകൊണ്ടോ സ്വപ്നങ്ങളുടെ ഇത് പിന്നോട്ട് പോയി. അപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് അറിയണമെങ്കിൽ നമ്മുടെ പ്രാചീന സംസ്കാരങ്ങളിൽ എന്താണ് സ്വപ്നങ്ങളെക്കുറിച്ച് കരുതിയിരുന്നത് എന്നിട്ട് നമുക്ക് തുടങ്ങാം. 5 തിരിച്ചിട്ടുള്ള ഈ വീഡിയോയിൽ ഞാൻ പ്രധാനമായും ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഓരോ സംസ്കാരത്തിലും സ്വപ്നങ്ങളെ എങ്ങനെയാണ് കണ്ടിരുന്നത്, ചില ഉദാഹരണങ്ങൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. പിന്നെ ടാരോ, അതാണ് എൻ്റെ ഫോക്കസ് ഏരിയ എന്ന് നിങ്ങൾക്കറിയാമല്ലോ. അതിൽ ഒറിനോ ടാരോളജി എന്ന് പറയുന്ന ഒരു ബ്രാഞ്ച് ഉണ്ട്. അതായത് സ്വപ്നങ്ങളും ടാരോ കാർഡും വെച്ച് അർത്ഥങ്ങൾ മനസ്സിലാക്കുന്ന ഒരു മേഖല. ഇനി എങ്ങനെയാണ് ടാരോ കാർഡ് ഉപയോഗിച്ച് സ്വപ്നങ്ങൾ നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത് എന്ന് ഞാൻ പറഞ്ഞുതരാം. എന്തുകൊണ്ട് സ്വപ്നങ്ങൾ ഇൻ്റർപ്രറ്റ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ക്ലാസ് അവസാനിപ്പിക്കാം. അപ്പോൾ ആദ്യമായി സ്വപ്നങ്ങളെക്കുറിച്ച് നമ്മുടെ ഒരു പ്രാചീന സംസ്കാരങ്ങളിൽ തുടങ്ങാം. ഈജിപ്ത്, ഗ്രീസ്, റോം. ഇവർ വിശ്വസിച്ചിരുന്നത് സ്വപ്നങ്ങളെന്ന് പറയുന്നത് ദൈവത്തിൽ നിന്നുള്ള വാണിങ്ങോ അല്ലെങ്കിൽ സന്ദേശമോ ആണെന്നുള്ളതാണ്. പ്രാചീന കാലഘട്ടത്ത് സ്വപ്നങ്ങൾ കണ്ടാൽ നമ്മൾ അന്നത്തെ ടെമ്പിളിൽ പോയി അവിടുത്തെ പ്രീസ്റ്റിനോട് ഇത് പറഞ്ഞ് അദ്ദേഹം അത് നമുക്ക് വേണ്ടി ഇൻ്റർപ്രറ്റ് ചെയ്ത് തരുമായിരുന്നു. അതിന് കാരണം എന്തെന്നാൽ പലപ്പോഴും കാണുന്ന സ്വപ്നം അതേപോലെ നടക്കില്ല എന്നാണ് പറയുന്നത്. അത് കോഡഡ് ലാംഗ്വേജിലായിരിക്കും, സിമ്പിൾസിലായിരിക്കും. അതായത് നമ്മളൊരു കാര്യം കാണുന്നുണ്ടെങ്കിൽ മറ്റൊന്നിൻ്റെ ഒരു സിമ്പിൾസ്, ചിഹ്നങ്ങളായിട്ടാണ് നമ്മൾ സ്വപ്നങ്ങൾ കാണുന്നത്. അപ്പോൾ അതൊരു വ്യക്തിയിലൂടെയാണ് നമ്മൾ അറിഞ്ഞിരുന്നത്. ഈവൻ നമ്മൾ ഗ്രീസിലും റോമിലൊക്കെ പോവുകയാണെങ്കിൽ അവിടെ സ്വപ്നങ്ങൾ കാണാൻ വേണ്ടി തന്നെ അവരുടെ വലിയ അമ്പലങ്ങളിൽ ചില സ്ഥലങ്ങൾ അവർ കരുതി വെച്ചിരുന്നു. അവിടെ നിന്നും അവർക്ക് ഡിവൈൻ മെസ്സേജ് കിട്ടും എന്നാണ് വിശ്വസിച്ചിരുന്നത്. ഇനി നമ്മൾ ഇസ്ലാമിക് കൾച്ചറിലേക്ക് വരികയാണെങ്കിൽ സ്വപ്നങ്ങൾ അവർ കണ്ടിരുന്നത് ഈ എഗെയിൻ സെയിം ഇതിൽ തന്നെയാണ്. അതൊരു സ്പിരിച്വൽ സിഗ്നിഫിക്കൻസ് ഉണ്ടെന്നും അല്ലെങ്കിൽ ഇറ്റ്സ് എ മെസ്സേജ് ഫ്രം അള്ളാഹ് എന്നുള്ളതാണ് അവർ വിശ്വസിക്കുന്നത്. ഇത് ഇൻ്റർനെറ്റിൽ നിന്നെടുത്ത അറിവാണ്. എന്തെങ്കിലും ഇതിനോട് വിയോജിപ്പുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഇത് സത്യമാണ് എന്ന് വിശ്വസിച്ചിട്ടാണ് ഷെയർ ചെയ്യുന്നത്. 3 തരം സ്വപ്നങ്ങൾ ഉണ്ട് എന്നാണ് ഇസ്ലാമിക് കൾച്ചറിൽ പറയുന്നത്. അതായത് യഥാർത്ഥ ഡ്രീമുകൾ, പിന്നെ ഫോൾസ് ഡ്രീമുകൾ, 3 ഡ്രീംസ് റിഫ്ലക്റ്റിംഗ് ഡെയിലി ലൈഫ് എന്ന് പറയുന്നു. ഇറ്റ് ഈസ് ഓൾസോ സെഡ് ദാറ്റ് പ്രോഫറ്റ് മുഹമ്മദ് എംഫസൈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഇൻ്റർപ്രറ്റിംഗ് ട്രൂ ഡ്രീംസ്. അതായത് യഥാർത്ഥ സ്വപ്നങ്ങളെ ഇൻ്റർപ്രറ്റ് ചെയ്യണമെന്ന് പറയുന്നു. വീണ്ടും ഞാൻ പറയുന്നു, ഇറ്റ്സ് എൻ ഇൻ്റർനെറ്റ് നോളജ്. എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ ദേഷ്യം തോന്നരുത്. ഇനി ഹിന്ദുയിസം ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഹിന്ദുയിസം എന്ന് വിശ്വസിക്കുന്നത് സ്വപ്നങ്ങൾ എന്ന് പറയുന്നത് ഒരു നമ്മുടെ മെസ്സേജ് ഫ്രം ദ ഡിവൈൻ എന്നുള്ളത് തന്നെയാണ്. അതായത് ദൈവത്തിൽ നിന്നുള്ള ചില സന്ദേശങ്ങളാണെന്നാണ് വിശ്വസിക്കുന്നത്. ഇവിടെയും 3 തരം സ്വപ്നങ്ങളെ പറ്റി ഹിന്ദുമതം പറയുന്നുണ്ട്. അത് നല്ല സ്വപ്നങ്ങൾ, പൊട്ട സ്വപ്നങ്ങൾ, പിന്നെ ന്യൂട്രൽ ആയിട്ടുള്ള സ്വപ്നങ്ങൾ. ഇതിൽ പൊട്ട സ്വപ്നങ്ങൾ കാണുമ്പോഴാണ് ആളുകൾ ഭയപ്പെടുന്നത്. അത് ഭാവി പ്രവചനത്തിന് പോലും സ്വപ്നങ്ങൾ ഹിന്ദുമതത്തിൽ ഉപയോഗിച്ചിരുന്നു എന്ന് പറയുന്നു. പിന്നെ ഇന്ന് നമ്മുടെ ഒരു വെസ്റ്റേൺ കൾച്ചറിൽ നമ്മൾ സ്വപ്നങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, സ്വപ്നങ്ങൾക്ക് ഒരു പ്രാധാന്യം കണ്ടെത്തുന്നത് സിഗ്മണ്ട് ഫ്രോയിഡ് തന്നെയാണ്. 20-ാം നൂറ്റാണ്ടിൽ ആദ്യം 1900 ഇറങ്ങിയ അദ്ദേഹത്തിൻ്റെ ഒരു മികച്ചൊരു ഗ്രന്ഥമാണ്. ഒരുപാട് പേഷ്യൻസിൻ്റെ സ്വപ്നങ്ങൾ അദ്ദേഹം കേട്ട് ഒരുപാട് വ്യക്തികൾ അത് അദ്ദേഹം ഇൻ്റർപ്രറ്റ് ചെയ്തിട്ടുള്ള ബുക്കാണത്. പിന്നെ
ഞാൻ പറഞ്ഞല്ലോ കാൾ സി യൂങ്, ഇദ്ദേഹത്തിൻ്റെ കൂട്ടാളി തന്നെയായിരുന്നു. അദ്ദേഹം കളക്റ്റീവ് അൺകോൺഷ്യസ്നെസ്സിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അദ്ദേഹമാണ് ടാരോ കാർഡിൻ്റെ ഒരു എന്താ പറയുക ആർക്കിടൈപ്പ്, ടാരോ കാർഡിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞില്ല, ആർക്കിടൈപ്പുകളെ കുറിച്ച് പറഞ്ഞ് നമ്മൾ കണക്ട് ചെയ്യാൻ കാൾ സി യൂങ്ങിൻ്റെ ബുക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇന്ന് വെസ്റ്റേൺ ട്രഡീഷനിൽ സ്വപ്നങ്ങൾക്ക് മനഃശാസ്ത്രപരമായും സ്പിരിച്വലായിട്ടും പേഴ്സണൽ ഗ്രോത്തിനും സ്ഥാനമുള്ളതായിട്ടാണ് കാണുന്നത്. പക്ഷേ സയൻസ് ഇതിനെ കടുത്ത വിയോജിപ്പുണ്ട്. എന്തായാലും ചില ഉദാഹരണങ്ങൾ പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ഇത് ആദ്യത്തേതെന്ന് പറയുന്നത് സിഗ്മണ്ട് ഫ്രോയിഡ് തൻ്റെ ഒരു സ്വപ്നം പറയുന്ന ഒരു ഇതുണ്ട്. ജൂലൈ 23, 1895 അദ്ദേഹം കണ്ട ഒരു സ്വപ്നം. ഈ സ്വപ്നത്തിനെ പറയുന്നത് ഇർമാസ് ഡ്രീം ഇഞ്ചക്ഷൻ എന്നുള്ളതാണ്. പ്രത്യേകിച്ചൊന്നുമില്ല. അതായത് അദ്ദേഹം ഒരു കോൺഫറൻസിൽ അറ്റൻഡ് ചെയ്തപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു, ഇർമ എന്ന് പറയുന്നത്. അവരുടെ രോഗം അദ്ദേഹത്തിന് ചികിത്സിച്ച് മാറ്റാൻ പറ്റാത്തത് കൊണ്ട് അദ്ദേഹത്തിന് കടുത്ത വിമർശനമുണ്ടായി. അതിനുശേഷം അദ്ദേഹം ഒരു സ്വപ്നത്തിൽ കാണുകയാണ്, അതായത് ഇർമയെ മുമ്പ് ചികിത്സിച്ചിരുന്ന ഒരു ഡോക്ടർ അവർക്ക് കൊടുത്ത ഒരു ഇഞ്ചക്ഷനിൽ പറ്റിയ പിഴവാണ് തൻ്റെ പേഷ്യൻറ്റിന് തൻ്റെ അടുത്ത് വന്നപ്പോൾ ഇർമയെ അദ്ദേഹത്തിന് പൂർണ്ണമായി മാറ്റാൻ പറ്റാത്തത് എന്നൊരു സ്വപ്നം അദ്ദേഹം കാണുന്നു. പക്ഷേ ഇത് അദ്ദേഹത്തിന് പ്രൂവ് ചെയ്യാൻ പറ്റിയില്ല. കാരണം നിങ്ങൾക്കറിയാമല്ലോ 1895 എന്ന് പറയുമ്പോൾ അന്ന് കാലത്തൊന്നും കൃത്യമായുള്ള റെക്കോർഡുകളൊന്നുമില്ല, അതായത് എന്ത് മരുന്ന് കൊടുത്തു എന്നുള്ളതിനെക്കുറിച്ച്. പക്ഷേ അദ്ദേഹം അത് പറഞ്ഞത് ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ഒരു വിഷ് ഫുൾഫിൽമെൻ്റ് ആകാം എന്നാണ് പറയുന്നത്. അത് ശരിയാണോ തെറ്റാണോ അദ്ദേഹം പറയുന്നില്ല. പക്ഷേ ഒരുപക്ഷെ അങ്ങനെ എന്താ പറയുക അദ്ദേഹത്തിൻ്റെ ആഗ്രഹ സാധീകരണത്തിനായിരിക്കാമെന്ന് പറയുന്നു. പൊതുവേ നമ്മൾ സ്വപ്നങ്ങൾ കാണുന്നത് 4 തരം പ്രധാനമായിട്ടും വരുന്ന സംഭവങ്ങളുണ്ട്. അതായത് ചിലവർ രൂപങ്ങൾ, അതായത് പ്രാർത്ഥിക്കുന്ന ദൈവങ്ങളെ സ്വപ്നം കാണാറുണ്ട്. ഡൈറ്റീസ് എന്ന് പറയും, വിഗ്രഹങ്ങൾ എന്ന് പറയുന്നു. ഞാൻ കണ്ടിട്ടില്ല. ഇത് വളരെ ഓസ്പീഷ്യസ് ആയിട്ടുള്ള ഒരു സ്വപ്നമാണെന്നാണ് പറയുന്നത്. സ്പെഷ്യലി ഒരു ഡിവൈൻ ബ്ലെസ്സിങ്. ഞാൻ അമ്പലങ്ങളൊക്കെ സ്വപ്നം കണ്ടിട്ടുണ്ട് പണ്ടൊക്കെ, പക്ഷേ ഇതൊരു ഡിവൈൻ ബ്ലെസ്സിങ് ആണെന്നാണ് പറയുന്നത്. പിന്നെ ഏറ്റവും കൂടുതൽ സ്വപ്നങ്ങളിൽ വരുന്നത് പാമ്പാണ്. നിങ്ങൾക്കറിയാമല്ലോ, സ്നേക്ക് കൊത്താൻ വരുന്നത്, കൊത്തുന്നത്, ഇതെല്ലാം നമ്മൾ കാണാറുണ്ട്. ഇത് പല രീതിയിൽ ഇതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യാറുണ്ട്. ചിലവർ പറയുന്നു ഇതൊരു ട്രാൻസ്ഫോർമേഷന് വേണ്ടിയിട്ടുള്ളതാണ്. അതായത് സ്നേക്ക് ബൈറ്റ് ചെയ്യുമ്പോൾ അതിനർത്ഥം നമുക്കൊരു പുതിയ ഒരു വേക്കപ്പ് കോളാണെന്ന് പറയുന്നു. ചിലവരൊരു റീബർത്ത് എന്ന് പറയുന്നു, ഒരു സ്പിരിച്വൽ അവേക്കനിങ് ആണെന്ന് പറയുന്നു. പിന്നെ ചിലപ്പോൾ നമ്മുടെ ഒരു ഹിഡൻ ഫിയേഴ്സ് ആയിരിക്കാമെന്ന് പറയുന്നു. അതേപോലെ എസ്പെഷ്യലി നിങ്ങൾക്കറിയാലോ കിങ് കോബ്ര എന്ന് പറയുന്നത് ഇറ്റ്സ് അസോസിയേറ്റഡ് വിത്ത് ലോർഡ് ശിവ ഓർ വാസുകി. അപ്പോൾ ഒരു ഡിവൈൻ ബ്ലെസ്സിങ് ആണെന്ന് പറയുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ച് ആഴത്തിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ അത്രത്തെ ഇതിലേക്ക് ഞാൻ പോകുന്നില്ല, ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തു പോകുന്നുള്ളൂ. പിന്നെ വെള്ളം, നിങ്ങൾക്കറിയാമല്ലോ, എപ്പോഴും വെള്ളത്തിൽ വീണ് പോകുന്നത്, മുങ്ങി താഴുന്നത്, അല്ലെങ്കിൽ വലിയ ജലാശയങ്ങൾ, ഇതെല്ലാം നമ്മൾ സ്വപ്നം കാണാറുണ്ട്. ഇത് പലപ്പോഴും നമ്മുടെ ഒരു എന്താ പറയുക, ഒരു നല്ല മനസ്സ് അല്ലെങ്കിൽ ക്ലിയർ മനസ്സിൻ്റെ ഇതാണെന്ന് പറയുന്നു. ഡേർട്ടി വാട്ടർ ആണെങ്കിൽ നമ്മുടെ മനസ്സിൽ ആ സമയത്ത് അസൂയ ഉള്ള ഇതാണെന്നാണ് പറയുന്നത്. പിന്നെ മരണം നമ്മൾ വളരെ കോമൺ ആയിട്ട് സ്വപ്നം കാണാറുണ്ട്, പ്രത്യേകിച്ച് നമ്മുടെ വേണ്ടപ്പെട്ടവരുടെ മരണം. ഇത് സത്യം പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, ജീവിതത്തിലെ ഒരു പുതിയ ഫേസ് അല്ലെങ്കിൽ പുതിയൊരു ചലഞ്ച് അല്ലെങ്കിൽ പുതിയൊരു വേക്കപ്പ് കോളാണ് എന്നാണ് പറയുന്നത്. ഇതെല്ലാം വെസ്റ്റേൺ ടെക്സ്റ്റുകൾ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഇൻ്റർപ്രറ്റ് ചെയ്തിട്ടുള്ളത്. ബിക്കോസ് അതാണ് ഏറ്റവും കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി എന്താണ്, ഇങ്ങനെയാണ് നമ്മൾ ഈ ടാരോ വെച്ച് സ്വപ്നം കാണുന്നത് അനലൈസ് ചെയ്യുന്നതെന്ന് പറയുന്നു. അതിന് ഒറിനോ ടാരിയോളജി എന്ന ആണ് ആ ബ്രാഞ്ച് അറിയപ്പെടുന്നത്. ഇത് ഒരു എമേർജിങ് ബ്രാഞ്ചാണ്. ഇത് ഞാൻ പറഞ്ഞല്ലോ, കാൾ ഗുസ്റ്റാവ് യൂങ്ങിൻ്റെ ബുക്കാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ യൂങ് തന്നെ ഒരു സ്വപ്നത്തെ പറ്റി പറയുന്നുണ്ട്. അതായത് അദ്ദേഹം പറയുന്ന ഇതാണ്, ഒരു രാത്രി, ഒരുപാട് മേഘാവൃതമായ രാത്രിയിൽ ഒരുപാട് മഞ്ഞിലൂടെ നടന്നു പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ചെറിയൊരു വിളക്കുണ്ട്. ആ വിളക്കണയാതിരിക്കാൻ വേണ്ടി അദ്ദേഹം ഇങ്ങനെ ഒരു കൈകൊണ്ട് അതിനെ കപ്പി പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പിന്നിൽ നിന്നും ആരോ വരുന്ന പോലെ തോന്നുന്നു. അദ്ദേഹം തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു വലിയൊരു ജൈജാൻറ്റിക് ബ്ലാക്ക് ഫിഗർ എന്നാണ് പറയുന്നത്. സത്യം പറഞ്ഞാൽ അത് 2 ടാരോ കാർഡുകളാണ്. ഇതാണ് യൂങ് കാണുന്നത്, ഹെർമിറ്റ് എന്ന് പറയുന്ന കാർഡ്, അതായത് കയ്യിലൊരു വിളക്കുമായി പോകുന്നത്. 2 പിന്നിൽ നിന്ന് അദ്ദേഹം വരുന്നു എന്ന് പറയുന്നത് ഈ ഡെവിൾ എന്ന് പറയുന്ന കാർഡാണ്. അതായത് ഈ ഒരു രൂപത്തെയാണ് കാണുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് യൂങ് പറയുന്നല്ല, ഈ ഒറീനോ ടാരിയോളജി എന്ന് പറയുന്ന മേഖലയിൽ അവർ പറയുന്ന ആളുകളാണ്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം ഇത്രയ്ക്കാണ് വരുന്നത്. ഈ മേഖല ഒനീറോ ടാരിയോളജി എന്ന ബ്രാഞ്ച് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ സ്വപ്നങ്ങളെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് എങ്ങനെയാണ് സ്വപ്നം ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. 5 രീതിക്കാണ് ഇത്. വളരെ രസകരമായിട്ടുള്ള കാര്യമാണ്. ഒന്ന്, എഴുന്നേറ്റ ഉടനെ നമ്മുടെ സ്വപ്നം നമ്മൾ റെക്കോർഡ് ചെയ്യുക എന്നുള്ളതാണ്. റെക്കോർഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു പേപ്പറിലോ ഇതിലും എന്താണ് കണ്ടത്, കാരണം നമ്മൾ പിന്നീട് അത് മറന്നു പോകും. പിന്നെ നമ്മൾ ആ സ്വപ്നം ബ്രേക്ക് ഡൗൺ ചെയ്യണം. അതായത് ഓരോരോ കഷ്ണമായിട്ട് എന്താണ് കാണുന്നത് എന്നുള്ള രീതിക്ക് ഒരു 4-5 കഷ്ണങ്ങളായി
അതിനുശേഷം അതിൽ എന്തെങ്കിലും സിമ്പിൾസ് ഉണ്ടോ എന്ന് നമ്മൾ നോക്കണം. ഫോർ എക്സാമ്പിൾ വെള്ളം, സ്നേക്ക്, ട്രാവൽ, ലവ്, ഇമോഷൻസ്, എന്താണ് അതിൽ വരുന്ന സിമ്പിൾസ്, അതിൽ വല്ല ചിഹ്നങ്ങളുണ്ടോ എന്ന് നമ്മൾ നോക്കുന്നു. അതിനുശേഷം നമ്മൾ ഇത് ബ്രേക്ക് ചെയ്തിട്ട് അത് ടാരോമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും നോക്കുന്നു. അല്ലെങ്കിൽ നമുക്ക് തന്നെ സിമ്പിൾസ് ബ്രേക്ക് ഡൗൺ ചെയ്ത് ഒരു ടാരോ സ്പ്രെഡ് വെച്ച് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇത് കിട്ടും. ഇത് സത്യം പറഞ്ഞാൽ ഞാൻ ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഇറ്റ് ഈസ് വെരി ഇഫക്റ്റീവ്. ദി ഓൺലി തിങ് ഈസ് ദാറ്റ് രാവിലെ എണീറ്റിട്ട് ഈ സ്വപ്നം നമ്മൾ എഴുതി വയ്ക്കാൻ നോട്ട് ചെയ്യാൻ നമുക്ക് സമയം ഉണ്ടാവില്ല, കാരണം നമ്മൾ തിരക്കേറിയ ജീവിതത്തിൽ. പക്ഷേ ചിലപ്പോൾ ചില സ്വപ്നങ്ങൾ കാണുമ്പോൾ എനിക്ക് അതിൻ്റെ അർത്ഥം അറിയണമെന്ന് തോന്നുമ്പോൾ ഞാനിങ്ങനെ എഴുന്നേറ്റ് ആലോചിച്ച് ഓരോരോ സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് ഇങ്ങനെ ആലോചിച്ച് അതെന്താണ് പോയിൻ്റ് എന്ന് നോക്കി ഒരു ടാരോ സ്പ്രെഡ് എടുത്ത് അതിനുവേണ്ടി ഒരു സ്പ്രെഡ് ഡിസൈൻ ചെയ്ത് ഞാൻ ഷഫിൾ ചെയ്തെടുക്കുമ്പോൾ എനിക്ക് ഒരു മീനിങ് കിട്ടാറുണ്ട്. ഇനി എന്തുകൊണ്ടാണ് ഇത് ചെയ്യണം എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത്, ഒന്ന്, നമ്മുടെ മെമ്മറി ആൻഡ് റീകോൾ കൂടാൻ വളരെ നല്ലതാണ്. രണ്ട്, നമുക്ക് പലപ്പോഴും ഒരു സെൽഫ് അവെയർനെസ്സിന് ഇത് നല്ലതാണ്. പിന്നെ ചിലപ്പോൾ ഒരു ക്ലാരിഫിക്കേഷൻ ആൻഡ് വാലിഡേഷൻ, അതായത് നമ്മുടെ ഉള്ളിൽ തന്നെ ചില സംശയങ്ങളും ആശങ്കകളും ഉണ്ടാവും, അതിന് നല്ലതാണ്. പിന്നെ നമ്മുടെ ഇമോഷണൽ ആൻഡ് സൈക്കോളജിക്കൽ ഹീലിംഗ്, പലപ്പോഴും പല കാര്യങ്ങളും നമുക്ക് നേരിട്ട് അറിയാൻ പറ്റില്ല, പക്ഷേ നമ്മുടെ ഒരു ഉറക്കത്തിൻ്റെ അവസ്ഥയിൽ നമുക്കതിന് ക്ലാരിറ്റി കിട്ടും. പിന്നെ ഒരു സ്പിരിച്വൽ ഗ്രോത്തിന് ഇത് വളരെ നല്ലതാണ്. പിന്നെ ഒരു ക്രിയേറ്റീവ് പ്രോബ്ലം സോൾവിങ്ങിന്. അപ്പോൾ ഞാൻ പറഞ്ഞതൊന്നും നിങ്ങൾ വിശ്വസിക്കേണ്ട കാര്യമില്ല, ബുദ്ധൻ പറഞ്ഞ അതാണ് പറയുന്നത്. അപ്പോൾ വാട്ട് ഐ എം സെയിങ് ഈസ് ദാറ്റ് ഇങ്ങനൊരു ബ്രാഞ്ച് ഉണ്ട്, ഇങ്ങനെ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ കയ്യിൽ ടാരോ കാർഡ് ഉണ്ടെങ്കിൽ നിങ്ങളും ഇത് ചെയ്ത് നോക്കുക. നല്ലതാണെങ്കിൽ നല്ലത് റെക്കോർഡ് ചെയ്ത് നോക്കുക, അതായത് എഴുതി വെച്ചിട്ട് പിന്നീട് ഫലിക്കുന്നുണ്ടോ നോക്കുക. ഇനി നിങ്ങൾക്ക് ടാരോ ഇല്ല അറിയണമെന്നുണ്ടെങ്കിൽ യു ആർ ഓൾവേസ് വെൽക്കം ടു ലേൺ ടാരോ. 5 ദിവസം കൊണ്ട് പഠിക്കാവുന്നേ ഉള്ളൂ, ബേസിക് ടാരോ കാർഡ്. അപ്പോൾ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്, ഐ വിൽ സീ യു ഇൻ മൈ ക്ലാസ്. അല്ലെങ്കിൽ താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് മൈ വീഡിയോ. It gives me inspiration. I will see you in another video. Until then, this is your trainer, Pradeep Hariharan, signing off.